ഡാനിയൽ ഫ്രാൻസിസ്. വയസ്സ് 71, 72. അതൊന്നും എനിക്ക് കണക്കൊന്നും കറക്റ്റായിട്ട് നമ്മൾ കുറിച്ച് വയ്ക്കാറില്ല. കടലിൽ ഏതാണ്ട് ഞാൻ 9 വർഷം 9 വയസ്സ് മുതൽ ഞാൻ കടലിലെ പണിക്ക് എല്ലാം പോകും. കാര്യം കാല് വയ്യാത്ത ആളുവാ, എന്നാലും പോകും, എല്ലാ പണിക്കും പോകും. കടവള്ളത്തിൽ പോകും, ബോട്ടിൽ പോകും, വേവ് വെള്ളം ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ കാലം മുതൽ ഉള്ള രീതി പറയാം. ഞാൻ ഇവിടെ നിന്ന് കടലിലോട്ട് പോകണമെങ്കിൽ 4 കുഴി പിടിക്കണം, കടപ്പുറത്ത് ചെല്ലണം. ഈ വെള്ളം കടൽ വരുന്ന തിരമാല വരുന്ന സ്ഥലത്ത് ഇപ്പം ഈ പാറ കിടക്കുന്നതിൻ്റെ ഇത്രയും ദൂരത്തിന് കാണും കരിമണ്ണ. ആ കരിമണ്ണ് മൊത്തം ഇല്ല. കയ്യാറി കമ്പിക്കാർ മുമ്പ് സായിപ്പന്മാരുണ്ടാകുമ്പോൾ കുറച്ചേ ഉള്ളൂ തോണ്ടുവത്ര. അവർ അരി കൊണ്ട് പോരി കുറച്ച് കുഴിയെടുത്ത് വണ്ടി കയറ്റിക്കൊണ്ട് മുറം കൊണ്ടൊക്കെ പാറ്റിയൊക്കെ വെള്ളക്കാർ കയറ്റി വിടുന്നത്. പിന്നെ അയ്യാറി വന്നതിന് ശേഷമാണ് ഈ കരയെല്ലാം അങ്ങോട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഈ സാമ്പത്തിക മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളി കൊടും പട്ടിണിയിലായി ലാശ്. പിന്നെ എന്ത് പണിക്ക് പോകും? ഇവിടെ ഉള്ളവരന്ന് അന്നൊന്നും ബോട്ടില്ല. ബോട്ടൊന്നും തുച്ഛമായ ബോട്ടുകൾ ഈ കൈ കൊണ്ട് പിടിക്കുന്ന ബോട്ടേ ഉള്ളു. ഇന്നത്തെ പോലെ തള്ളീൻ റോപ്പൊന്നുമല്ല, ചകിരിയുടെ കമ്പായ ബോട്ടിൽ പോകുന്നവർ. അത് പോയി അതിൽ അന്നന്ന് പോകും. രാവിലെ പോയി 2 വല 3 വല നേരത്തേക്ക് 12 മണിയാകുമ്പോൾ വീട്ടിലും വരാം. അന്ന് കഞ്ഞി വയ്ക്കത്തില്ല ബോട്ടിൽ. പിന്നെ ചില ബോട്ടുകളിലൊക്കെ അരി ഒക്കെ വയ്ക്കും, ചൂട്ടടുപ്പുണ്ട്. അന്നത്തെ ഗ്യാസില്ല, അന്നത്തെ ഈ നമ്മുടെ മറ്റേ സ്റ്റൗവില്ല. പഴയ കാലത്ത് ചൂട്ടടുപ്പ് കൊണ്ടാണ് അവർ ഒരു സ്ഥലത്ത് വെച്ച് കഞ്ഞിയും കറിയൊക്കെ വെച്ച് ഉച്ചയ്ക്ക് ഒരിച്ചിരി ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കര വരുമല്ലോ, 12 മണി 1 മണിക്ക് മുമ്പ് പണി തീരും. അങ്ങനത്തെ പണിക്കൊക്കെ പോകുന്നവരായിരുന്നു. പൈസയും ഉണ്ടെന്ന് കിട്ടുന്ന കാശ് മുതലാണ്. ഇന്നത്തെ കാലത്ത് ഒരാളിന് ജോലി ചെയ്യാൻ പോയി 1000 രൂപ കിട്ടിയാൽ വീട്ടിൽ പട്ടിണി കിടക്കേണ്ടി വരും. ഒരു 2-3 മക്കളുള്ള വീട്ടിൽ അതുകൊണ്ട് മുഴുക്കത്തില്ല. ഈ സാധനത്തിൻ്റെ വില ആ സൈസാണ്. സർക്കാർ പറയും ഞങ്ങൾ കയറിയപ്പോൾ ഇത്ര രൂപ വീതം കൊടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഉണ്ട്. ഞാൻ ബോട്ടിൽ പോകാൻ നിർത്തുന്ന സമയത്ത് 100 ലിറ്റർ ഡീസലിന് 550 രൂപയുള്ളായിരുന്നു. അല്ല 5500. അല്ല, അന്നത്തെ കാലത്തില്ലായിരുന്നു, പഴയ കാലത്തല്ല. ഇപ്പം ബോട്ടിൽ പോക്ക് നിർത്തിയപ്പോൾ 5500 രൂപയുള്ളായിരുന്നു. ഇപ്പം 10000 രൂപയുണ്ട് 100 ലിറ്റർ ഡീസൽ വേണമെങ്കിൽ. ഇപ്പം എന്ത് വില ഉണ്ടോ? അപ്പം അത്രയും വില കൂടി. ഞാൻ ലാശെന്ന് പറയുമ്പോൾ 5 വർഷമേ ഉള്ളായത് പണി നിർത്തിയിട്ട്. അതുവരെ 65 വയസ്സ് വരെ പോയിട്ടുള്ളു. 65-66 വയസ്സ് വരെ പണിക്ക് പോയി. അന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കിളിത്തട്ട് കളിക്കും. കിളിത്തട്ടെന്ന് പറഞ്ഞാൽ ഈ 2 കാലുകൊണ്ട് ഇങ്ങനെ വരയ്ക്കും. ഇത്രയും ഒരു കള്ളം പോലെ വരച്ച് കഴിഞ്ഞിട്ട് ആളുകൾ ഒരേ സ്ഥലത്ത് നിൽക്കും. പിന്നെ കിളിയായിട്ട് എന്നിട്ട് നടുക്കൊരാൾ. അത് എല്ലാ വരയിലും ഓടായാക്ക്, കിഴക്ക് പടിഞ്ഞാറ് തെക്ക് കിടക്കും. ഈ ഇടയ്ക്കൂടിയുള്ള വരയിൽ ഓടാനൊക്കത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പം ഇത് 4 കള്ളിയാണ്. അപ്പം ഇവിടെ ഒരാൾ കാണും, ഇവിടെ ഒരാൾ കാണും, ഇവിടെ ആളുമില്ല. അപ്പം ഇത് 3 പേരാണ്, 3 പേര് കളിക്കുന്ന കളിയാണ്. ഇവിടെ ഒരാൾ ഇവിടെ ആളില്ല. അപ്പം ഇതിനെ കയറി ഓടി ഇപ്പുറത്ത് വന്ന് അപ്പുറം ചാടണം, ഇവിടെ ചാടണം. അപ്പം ഇയാൾ ഓടി വന്ന് അടിച്ചാൽ ഔട്ടാവും അയാൾ. അപ്പം കളി. അപ്പം അങ്ങനെ ഇയാൾ വിടരുത് ഇങ്ങോട്ട്. ഇയാൾ ഇങ്ങനെ കിടന്ന് പയറ്റണം. തട്ട് വരയ്ക്കുമ്പോഴൊന്നും ഇതിൽ കൂടുതൽ വരും. കവിളിൽ ആളിനനുസരിച്ചാണ് തട്ട് വരയ്ക്കുന്നത്. ഇത് 3 6 ആൾ, ഒരു ടീമിന് 3 ആൾ. അപ്പം നടുക്കൂടി കിളി. അപ്പം അയാൾ അടിച്ചാൽ അയാൾ ഔട്ട്. അല്ല, കിളിയല്ല, ഈ മൂലയ്ക്ക് ചാടുന്ന ആൾ ഇവിടെ ഉണ്ടല്ലേ, ഇയാളുടെ കയ്യെത്തി ഇങ്ങനെ അടിക്കാം. അല്ലെങ്കിൽ അതിൽ അപ്പുറം കൂടി വേണം ചാടിപ്പോകേണ്ടത്. അയാൾ അടി കൊള്ളാതെ രക്ഷപ്പെടണം. അപ്പൊ കിളി ഈ 4 വശവും കൂടി ഓടി നടക്കും. ഈ നിൽക്കുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പയറ്റി പോകണ്ടേ, ഇപ്പുറത്ത് മൂല ചാടി പോകണം. അപ്പൊ കിളി ഇങ്ങനെ ഓടി നടക്കുമ്പോ ഇടയ്ക്ക് വന്ന് അടിച്ചാൽ അയാൾ ഔട്ടായി. അങ്ങനെയുള്ള കളിയാണ്. വേറെ എന്ന് പറഞ്ഞ കുട്ടിയും കുറിച്ചിയും. ഇപ്പോഴത്തെ ക്രിക്കറ്റ് കളി പോലെ തന്നെ കുട്ടിയും കോലും. അന്നത്തെ കളി കുട്ടിയും കോലും എന്ന് പറഞ്ഞാൽ ഇത്ര നീളത്തിൽ ഒരു കുട്ടി കാണും, അല്ല കോല്. അപ്പം ഇത്ര നീളത്തിലൊരു കുട്ടി, അത് ഇങ്ങനെ വെച്ചിട്ട് കമ്പിൽ വെച്ചിട്ട് അടിക്കണം.
വേറെ ഇവിടെ പഞ്ചീസ് കളിയുണ്ട്. പഞ്ചീസ്, കബഡി, കബഡി, ചെറിയ കബഡി. പഞ്ചീസ്, കബഡി അതുകൊണ്ട്. പഞ്ചീസ് എന്ന് പറഞ്ഞാൽ ഈ കബഡി ഉണ്ടല്ലോ, അതിങ്ങനെ 4 കോണായിട്ട് വരച്ചിട്ട് 6 പേർക്ക് 8 പേർക്ക് ഒന്നേരത്ത് ഇരിക്കാം. അപ്പൊ അത് ഇങ്ങോട്ട് എറിയുമ്പോ പഞ്ചീസോ 10ഓ 6ഓ ഒക്കെ വീഴും. അങ്ങനത്തെ കളിയുണ്ടായിരുന്നു. അല്ല, ആ കല്ല് പെണ്ണുങ്ങൾ കളിക്കുന്നത്. ഈ 5 പേർ കല്ല് വെച്ച് ഇങ്ങനെ ഇട്ട് കൈയ്യണ്ട് വെച്ചിട്ട്. പിന്നെ പെണ്ണും പെൺപിള്ളേർ കളിക്കുന്നത് കുന്തിയുള്ള കളിയുണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല. പെണ്ണുങ്ങൾക്ക് വയ്യ കള്ളം കളിയ. അതൊന്നും ഈ കാലത്തില്ല, നടക്കുന്നില്ല. അതിനുള്ള സമയമില്ല. ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുകയല്ലേ, പഠിത്തമല്ലാതെ വേറെ അല്ല. ഒരെണ്ണം കവന്ന് 5 മലന്ന് വീഴണം. 6 മലന്ന് വീഴുമ്പോ 12 ആവും. 6 കവന്ന് വീണാൽ 6. അത് വേറെ കബഡി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇപ്പഴില്ല. അത് തന്നെ, ആ സൈസാ. അത് ചെറിയ സൈസ് സാധനമുണ്ട്. അതിങ്ങനെ വെച്ചണ്ട ഇങ്ങനെ എറിയുമ്പോ അത് എങ്ങനെയാന്ന് വെച്ചാ വീഴുന്ന 10ഓ 15ഓ വീണാലേ. അപ്പൊ ഇത് എന്ന് പറഞ്ഞ 10 ഇത് എറിഞ്ഞു കഴിഞ്ഞാലേ ഇത് ഇപ്പൊ അതിന് ഒരെറിഞ്ഞാലേ ഇത് ഇപ്പൊ അതിന് കട്ടമുണ്ട്. 2 ഉണ്ട് ഒരാളിന്. അത് ഈ 6 വീണാൽ ഒരെത്തില്ല. 15ഓ 10ഓ വീണാലേ ഉള്ളു നമുക്ക് കണ്ണം എടുക്കാനൊക്കെ അത്ര. അല്ലാതെ 6ഉം 12ഉം ഒന്നും വീണാൽ എടുക്കാനൊക്കത്തില്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഈ 6 വീണാലും 10 12 വീണാലും ഈ പച്ച ഇത് എന്തോന്ന് കുട്ടീനെ മാറ്റി വെക്കാനൊക്കത്തില്ല. ഒന്നില് 15 അല്ല 10. അത് വീണാലേ ഉള്ളു ഈ പച്ച എടുത്ത് നമ്മുടെ കുട്ടിയുണ്ടല്ലോ ചെറിയ. ഡല്ലി കളിക്കുന്നെന്ന് പറഞ്ഞാൽ കളിയെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കളിച്ച കളിയൊന്നും ഇപ്പൊ കളിക്കാനൊക്കത്തില്ല. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഞങ്ങള് കൊച്ചു പിള്ളേരായിരുന്നു. 6-7 വയസ്സുണ്ടായ സമയത്ത് അപ്പൊ കടലിൽ കുളിക്കാനായിട്ട് ഇറങ്ങും. ഞങ്ങളുടെ അപ്പന്മാരൊക്കെ കമ്പൂല വലിക്കുന്ന സമയത്ത് ഞങ്ങൾ അതരെ കുളിക്കൂത്തരേ ഉള്ളു. കടലിൽ കിടന്ന് കുളിച്ച് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ല, പലക കൊണ്ട് ഇങ്ങനെ തെറ്റി പോവും കടലിന്. പലക ചെറിയ പലക ഉണ്ട്. ഈ തട്ടുപടിയുണ്ട് എല്ലാ വള്ളത്തിനുമേ. ആ പലക എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമാണ്. അത് വീതി എന്ന് പറഞ്ഞാൽ ചെറിയ എന്തോന്ന് വീതിയേ ഉള്ളൂ. നമ്മുടെ ഈ വയറ്റിൽ വീടെ കൊള്ളിച്ച് വെച്ചിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഓടുമ്പോ പ്ലെയിൻ പോലെ അങ്ങ് പോകും. അന്നത്തെ കാലത്ത് തിര എത്ര പവറിൽ പോകുന്നു ആ പവറിലേക്ക് വരും. പിന്നെ അതേപോലെ തന്നെ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ കടലെന്ന് പറഞ്ഞാൽ 2 മാസം 1.5-2 മാസം നിൽക്കുമ്പോൾ കടല് മിഥുനം കർക്കിടക മാസത്തിലേ ഉള്ളു. ചിങ്ങം പുറത്താ പിന്നെ ഇവിടെ ശാകരയായി. കാട, പരവ, പിന്നെ തോടി, തൈലങ്കൂരി. ഈ സാധനമൊന്നും ഇപ്പോഴില്ല. കൂടുതലും എനിക്ക് തോന്നി കടൽ ഖനനം വന്നതിന് ഈ വലിയ ആഴക്കടലിലൊക്കെ വിറ്റ് കൊടുക്കുക ഇവര് കേന്ദ്ര സർക്കാർ കൊടുക്കുകയല്ലേ. ആർക്കെങ്കിലും കിട്ടുന്ന കാലത്ത് നമ്മുടെ വയറ് നിറഞ്ഞാൽ മതിയല്ലേ. മറ്റുള്ളവരുടെ രാജ്യം നോക്കേണ്ട കാര്യം നമ്മുടെ കേരളത്തിലെ കടൽ ജീവികൾ എന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ പിന്നെ തമിഴ്നാട്. ആർക്കും കടലിൽ പോകാൻ ജീവിക്കാനൊക്കത്തില്ല. പണ്ടെന്നോ 2 മാസത്തെ കടൽ വന്നാൽ പിന്നെ തക്കവും തായം നോക്കി പോകാം. അന്ന് ക്ഷീണമൊന്നുമില്ല, തണ്ട് വലിച്ച് പോവുകയാണ്. 11 ആളും 12 ആളും ഉണ്ട്. അങ്ങോട്ട് കയറി പോകുമ്പോൾ ചിലപ്പോൾ 8 തണ്ട് വലിക്കും. 9 തണ്ട് വയ്ക്കേണ്ടത് 8 ആയിരിക്കും വെക്കുന്നത്. പിന്നെ ഉള്ളു 9 മേളിൽ കയറിയതിന് ശേഷമുള്ളൂ. അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്. ഒരു പടി താഴെ ഉള്ളിക്കും ഇത്രയും ഉണ്ട്. അല്ലെങ്കിൽ കടൽ പിടിച്ച് ആളിയാത്ത പോലില്ലേ. ശാകരയല്ല, ഈ മാസത്തിൽ കടലുണ്ട്. മീൻ ഇഷ്ടം പോലെ ഉണ്ട്. അന്നെന്ന് പറഞ്ഞ ഒരു വലയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ വലയെന്ന് പറയുന്നത് അന്നത്തെ ഇവിടെ കരുത്തറയുള്ള വള്ളത്തിന്റെ വലയൊക്കെ ഒരു വള്ളത്തിന്റെ വല കൊണ്ട് ചാറ്റും. അത്രയും വേണ്ടി വരുന്നില്ല. അന്നത്തെ കാലത്ത് മീനുണ്ട്. ഇപ്പൊ ഓരോ പുരോഗമനം വന്നു കഴിഞ്ഞപ്പോഴേ കടല് ശോഷിച്ചു പോയി. ഒരു മീൻ ഒരുപാട് തേടില്ല. പിന്നെ ഞാരൻ ചെമ്മീനില്ല. അതുമൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് വല്ലതും ഇങ്ങനെ ഇച്ചിരി വല്ലതും ആർക്കെങ്കിലും ഒക്കെ വരുന്നത്. പൂവാലനില്ല. കരിക്ക ഇപ്പോഴെന്ന് പറഞ്ഞാൽ കരിക്കാടി അന്നത്തെ കാലത്തുള്ള ഒരു കരിക്കാടി ഇപ്പോഴില്ല. അന്ന് കരിക്കാടി കണ്ട വല അടിക്കത്തില്ല. താങ്കൊള്ളക്കാരെ കരിക്കാടി വില ഇല്ല. സംഗതി എന്താ? ഞാനേ ഉള്ളു വില. ഈ കൊഞ്ചുകൾ ഐസ് വന്നതിന് ശേഷം ഉണ്ടായിരുന്ന വില എന്ന് പറഞ്ഞാൽ 1 പൈസയാണ് ഒരു ഞാരൻ കൊഞ്ചിന്. ഇപ്പൊ ആ കൊഞ്ച് 1 കിലോയ്ക്ക് 20 കൊഞ്ച് കൂടുതൽ അന്നത്തെ ആ കൊഞ്ച് തൂങ്ങത്തില്ല. അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ മുറുക്കുന്ന സമയത്ത് 4 അണയായിരുന്നു ഒരു മുറുക്കാൻ. ആവശ്യത്തിന് എടുത്ത് മുറുക്കാം. ബെറ്റയും പാക്കും ഇതല്ല.
ഇപ്പോൾ ഒരു പാക്ക് കിട്ടുമോ? ഒരു പാക്കിന് 10 രൂപ വില ഇന്ന്. 5 പാക്ക് മേടിക്കാൻ 50 രൂപ കൊടുക്കണം. ഓരോ കാലം കഴിയുമ്പോൾ പിന്നെ പാക്കിന്റെ സീസൺ വരുമ്പോൾ 5 രൂപയ്ക്ക് അത് കിട്ടും. കടലിൽ മാറ്റം എന്ന് പറഞ്ഞാൽ കര പോയി കിട്ടി, തീരം പോയി. കടലിൽ മത്സ്യവും ഇല്ല. കടലിലെന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിൽ വന്ന് പടണ്ട മീൻ ഇല്ല. ഇപ്പൊ ചിങ്ങം കന്നി മാസം ആകുമ്പോൾ കടൽ കരിഞ്ഞു കിടക്കുക. അതിനു മുമ്പ് ഈ ബോട്ടുകാരൊക്കെ കടലിൽ കാറ്റിനുമൊക്കെ പോയി ഇച്ചി കിളിമീനും ഇച്ചി കരിയാടിയൊക്കെ കിട്ടിക്കൊണ്ട് വെറുതെ കിട്ടുന്നത് തന്നെ, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പോഴൊക്കെ നല്ല പണി നടക്കേണ്ട, കൂട്ടുകാർക്ക് പണി നടക്കേണ്ട സമയം എല്ലാം കെട്ടിയിട്ടിരിക്കുക. പിന്നെ ഉള്ള മുതലാളിമാർക്ക് കുഴപ്പമില്ല, അവരുടെ കാശിന് കണക്ക് പറയാമല്ലോ. ഇത്ര കോടി രൂപ, ഇപ്പോൾ 1 കോടി 1.5 കോടി രൂപ വേണം ഒരു ബോട്ട് ഉണ്ടാക്കണം. മുമ്പെന്ന് പറഞ്ഞാൽ 5000 രൂപ കൊടുത്ത ഒരു ബോട്ടുണ്ട്, തടി കൊണ്ട് പണിയുന്ന ബോട്ട്. ഇപ്പം കിട്ടുമോ? ഇപ്പം 5000 രൂപയ്ക്ക് എന്തോ കിട്ടും. അന്നത്തെ എന്ന് പറഞ്ഞാൽ 50 രൂപ ഉള്ളായിരുന്നു ഒരു പവൻ്റെ സ്വർണത്തിന്. ഇന്നിപ്പോൾ ഇത്ര രൂപയുണ്ട്. ഇപ്പോൾ 1 പവൻ സ്വർണം വേണ്ട 70,000 രൂപയാവും ഒരു കടയിൽ പോയി എടുക്കും. ഞാൻ 60 രൂപയ്ക്ക് ഞങ്ങളുടെ പെങ്ങൾക്ക് കോട്ടയത്ത് നിന്ന് മേടിക്കാൻ പോയത്, ഞാനും എൻ്റെ അപ്പച്ചനുമായിട്ട്. 60 രൂപയ്ക്ക് സ്വർണം. 60 രൂപ കിട്ടണേ പണിയണേ. അന്നത്തെ 1 മാസം പണിയാൻ കിട്ടത്തില്ല. അന്നത്തെയും കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥയായിട്ട് മാറ്റമുണ്ട്. ഇത്രയും ചൂടില്ല അന്നത്തെ കാലത്ത്. ചൂടുണ്ടാവും, എന്നാൽ ഇത്രയും ചൂടില്ല. കഴിഞ്ഞാൽ ഇത് ഇപ്പൊ അതിന് ഒരേ കട്ടമുണ്ട്, 2 എണ്ണം ഉണ്ട് ഒരാളിന്. അത് ഈ 6 വീണാൽ ഒരേക്കത്തില്ല, 5 10 വീണാലേ ഉള്ളു ഈ ഇത് നമുക്ക് കണ്ണം എടുക്കാനൊക്കെ അത്ര. അല്ലാതെ 6 12 ഒന്നും വീണാൽ എടുക്കാനൊക്കത്തില്ല. അത് ആ അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഈ 6 വീണാലും 10 12 വീണാലും ഈ പച്ച ഇത് എന്തോന്ന് കുട്ടീനെ മാറ്റി വെക്കാനൊക്കത്തില്ല. ഒന്നില് 5 അല്ല 10. ആ അത് വീണാലേ ഉള്ളു ഈ പച്ച എടുത്ത് വെക്കാൻ. നമ്മുടെ കുട്ടിയുണ്ടല്ലോ ചെറിയ, അതിങ്ങനെ മാറ്റാനൊക്കെ. കടലിൽ കളിക്കുന്നെന്ന് പറഞ്ഞാൽ കളിയെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കളിച്ച കളിയൊന്നും ഇപ്പൊ കളിക്കാനൊക്കത്തില്ല. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഞങ്ങള് കൊച്ചു പിള്ളേരായിരുന്നു, 8 6 7 വയസ്സുണ്ടായ സമയത്ത്. അപ്പൊ കടലിൽ കുളിക്കാനായിട്ട് ഇറങ്ങും. ഞങ്ങളുടെ അപ്പന്മാരൊക്കെ കമ്പൂല വലിക്കുന്ന സമയത്ത് ഞങ്ങൾ അതരെ കുളിക്കത്തരേ ഉള്ളു. കടലിൽ കിടന്ന് കുളിച്ച് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ല, പലക കൊണ്ട് ഇങ്ങനെ തെറ്റി പോവും കടലിന്. ആ പലക ചെറിയ പലക കൊണ്ട്. ആ ഇതെന്ന് പറഞ്ഞ മേളിൽ വരും, മേളിൽ കയറി ഓടി. ഈ തട്ടുപടിയുണ്ട് എല്ലാ വള്ളത്തിനുമേ. ആ പലക എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമാണ്. അത് വീതി എന്ന് പറഞ്ഞാൽ ചെറിയ എന്തോന്ന് വീതിയേ ഉള്ളൂ. നമ്മുടെ ഈ വയറ്റിൽ വീടെ കൊള്ളിച്ച് വെച്ചിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഓടുമ്പോൾ പ്ലെയിൻ പോലെ അങ്ങ് പോകും. അന്നത്തെ കാലത്ത് തിര എത്ര പവറിൽ പോകുന്നു ആ പവറിലേക്ക് വരും. പിന്നെ അതേപോലെ തന്നെ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ കടലെന്ന് പറഞ്ഞാൽ 2 മാസം 1.5 2 മാസം നിൽക്കുമ്പോൾ കടല് മിഥുനം കർക്കിടക മാസത്തിലേ ഉള്ളു. ചിങ്ങം പുറത്താൽ പിന്നെ ഇവിടെ ശാകരയായി. കാട, പരവ, പിന്നെ തോടി, തൈലങ്കൂരി, ഈ സാധനമൊന്നും ഇപ്പോഴില്ല. കൂടുതലും എനിക്ക് തോന്നി കടൽ ഖനനം വന്നതിന് ഈ വലിയ ആഴക്കടലിലൊക്കെ വിറ്റ് കൊടുക്കുക ഇവർ സർക്കാർ, കേന്ദ്ര സർക്കാർ കൊടുക്കുകയല്ലേ. ആർക്കെങ്കിലും കിട്ടുന്ന കാലത്ത് നമ്മുടെ വയറ് നിറഞ്ഞാൽ മതിയല്ലേ. മറ്റുള്ളവരുടെ രാജ്യം നോക്കേണ്ട കാര്യം നമ്മുടെ കേരളത്തിലെ കടൽ ജീവികൾ എന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ പിന്നെ തമിഴ്നാട്. ആർക്കും കടലിൽ പോകാൻ ജീവിക്കാനൊക്കത്തില്ല. പണ്ടെന്ന് 2 മാസത്തെ കടൽ വന്നാൽ പിന്നെ തക്കവും തായം നോക്കി പോകാം. അന്ന് ക്ഷീണമൊന്നുമില്ല, തണ്ട് വലിച്ച് പോവുകയാണ്. 11 ആളും 12 ആളും ആളുണ്ട്. അങ്ങോട്ട് കയറി പോകുമ്പോൾ ചിലപ്പോൾ 8 തണ്ട് വലിക്കും. 9 തണ്ട് വയ്ക്കേണ്ടത് 8 ആയിരിക്കും വെക്കുന്നത്. പിന്നെ ഉള്ളു 9 മേളിൽ കയറിയതിന് ശേഷമുള്ളൂ. അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്. ഒരു പടി താഴെ ഉള്ളിക്കും ഇത്രയും ഉണ്ട്. അല്ലെങ്കിൽ കടൽ പിടിച്ച് ആളിയാത്ത പോലില്ലേ. ആ ചാകരയല്ല, ചിങ്ങമാസത്തിൽ കടലുണ്ട്, മീൻ ഇഷ്ടം പോലെ ഉണ്ട്. അന്നെന്ന് പറഞ്ഞാൽ ഒരു വലയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ വലയെന്ന് പറയുന്നത് അന്നത്തെ ഇവിടെ കരുത്തറയുള്ള വള്ളത്തിന്റെ വലയൊക്കെ ഒരു വള്ളത്തിന്റെ വല കൊണ്ട് ചാറ്റും. അത്രയും വേണ്ടി വരുന്നില്ല. അന്നത്തെ കാലത്ത് മീനുണ്ട്. ഇപ്പോൾ ഓരോ പുരോഗമനം വന്നു കഴിഞ്ഞപ്പോഴേ കടല് സൂക്ഷിച്ചു പോയി. ഒരു മീൻ ഒരുപാട് തേടില്ല. പിന്നെ
ഞാരൻ ചെമ്മീനില്ല. അതുമൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് വല്ലോ ഇങ്ങനെ ഇച്ചിരി വല്ലോ ആർക്കെങ്കിലും ഒക്കെ വരുന്നത്. പൂവാലനില്ല. കരിക്ക ഇപ്പോഴെന്ന് പറഞ്ഞാൽ കരിക്കാടി അന്നത്തെ കാലത്തുള്ള പോലെ കരിക്കാടി ഇപ്പോഴില്ല. അന്ന് കരിക്കാടി കണ്ട വല അടിക്കത്തില്ല. താങ്കൊള്ളക്കാരെ കരിക്കാടി വില ഇല്ല. സംഗതി എന്താ? ഞാനെന്നെ ഉള്ളു വില. ഈ കൊഞ്ചുകൾ ഐസ് വന്നതിന് ശേഷം ഉണ്ടായിരുന്ന വില എന്ന് പറഞ്ഞാൽ 1 പൈസയാണ് ഒരു ഞാരൻ കൊഞ്ചിന്. ഇപ്പൊ ആ കൊഞ്ച് 1 കിലോയ്ക്ക് 20 കൊഞ്ച് കൂടുതൽ അന്നത്തെ ആ കൊഞ്ച് തൂങ്ങത്തില്ല. ആ അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ മുറുക്കുന്ന സമയത്ത് കാലെണ്ണയായിരുന്നു ഒരു മുറുക്കാൻ. ആവശ്യത്തിന് എടുത്ത് മുറുക്കാം. ബെറ്റയും പാക്കും ഇതല്ല. ഇപ്പൊ ഒരു പാക്ക് കിട്ടുമോ? ഒരു പാക്കിന് 10 രൂപ വില. ഇന്ന് 5 പാക്ക് മേടിക്കാൻ 50 രൂപ കൊടുക്കണം. ഓരോ കാലം കഴിയുമ്പോൾ പിന്നെ പാക്കിന്റെ സീസൺ വരുമ്പോൾ 5 രൂപയ്ക്ക് കിട്ടും. കടലിൽ മാറ്റം എന്ന് പറഞ്ഞാൽ കര പോയി കിട്ടി. തീരം പോയി. കടലിൽ മത്സ്യവും ഇല്ല. കടലിലെന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിൽ വന്ന് പടണ്ട മീൻ ഇല്ല. ഇപ്പൊ ചിങ്ങം കന്നി മാസം ആകുമ്പോൾ കടൽ കരിഞ്ഞു കിടക്കുക. അതിനു മുമ്പ് ഈ ബോട്ടുകാരൊക്കെ കടലിൽ കാറ്റിനുമൊക്കെ പോയി ഇച്ചിരി കിളിമീനും ഇച്ചിരി കരിയാടിയും ഒക്കെ കിട്ടിക്കൊണ്ട് വെറുതെ കിട്ടുന്നത് തന്നെ, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പോഴൊക്കെ നല്ല പണി നടക്കേണ്ട, കൂട്ടുകാർക്ക് പണി നടക്കേണ്ട സമയം. എല്ലാം കെട്ടിയിട്ടിരിക്കുക. പിന്നെ ഉള്ള മുതലാളിമാർക്ക് കുഴപ്പമില്ല. അവരുടെ കാശിന് കണക്ക് പറയാമല്ലോ. ഇത്ര കോടി രൂപ, ഇപ്പോൾ 1 കോടി 1.5 കോടി രൂപ വേണം ഒരു ബോട്ട് ഉണ്ടാക്കണം. മുമ്പെന്ന് പറഞ്ഞാൽ 5000 രൂപ കൊടുത്ത ഒരു ബോട്ടുണ്ട്, തടി കൊണ്ട് പണിയുന്ന ബോട്ട്. ഇപ്പം കിട്ടുമോ? അപ്പം 5000 രൂപയ്ക്ക് എന്തോ കിട്ടും? അന്നത്തെ എന്ന് പറഞ്ഞാൽ 50 രൂപയുള്ളായിരുന്നു 1 പവൻ്റെ സ്വർണത്തിന്. ഇന്നിപ്പോൾ ഇത്ര രൂപയുണ്ട്. ഇപ്പോൾ 1 പവൻ സ്വർണം വേണ്ട 70,000 രൂപയാവും ഒരു കടയിൽ പോയി എടുക്കും. ഞാൻ 60 രൂപയ്ക്ക് ഞങ്ങളുടെ പെങ്ങൾക്ക് കോട്ടയത്ത് നിന്ന് മേടിക്കാൻ പോയത്, ഞാനും എൻ്റെ അപ്പച്ചനുമായിട്ട്. 60 രൂപയ്ക്ക് സ്വർണം. 60 രൂപ കിട്ടണേ പണിയണേ. അന്നത്തെ 1 മാസം പണിയാൻ കിട്ടത്തില്ല. അന്നത്തെയും കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥയായിട്ട് മാറ്റമുണ്ട്. ഇത്രയും ചൂടില്ല അന്നത്തെ കാലത്ത്. ഇങ്ങനെ കന്നി മാസം കഴിയുമ്പോൾ തെളിവായി. പിന്നെ കാലമൊക്കെ ഇങ്ങനെ വെച്ച് മഴ അത്രയേ ഉള്ളൂ. അതിനു മുമ്പാണ് കടലിളകി. കടൽ ഇളകും, ചേറ ഇളകും. ഇന്ന് ചേറ ഇളകുന്നില്ല, കടലിളകുന്നു. ചെളി കട്ടയായിരിക്കും. അടിത്തട്ട് മഴ ഇതിനം കർക്കിടക മാസത്തിൽ കടലിളകി ചേറ് മൊത്തം കലങ്ങി വന്നടി പതയും വെള്ളമായിട്ട് പതങ്ങി പറന്നു വരും കാറ്റിന് കർക്കിടക മാസത്തിൽ. ഇപ്പം അങ്ങനെ ഇല്ല, ചേറ ഇളകുന്നില്ല. ചേറ ഇളകാനായിട്ട് ചേറ് വരെ തോണ്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പഴയ കാലത്ത് അപ്പം ആ വിധത്തിലുള്ള രീതിയായിപ്പോയി ഇന്നത്തെ കാലമേ. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകൃതിയുടെ മോശമായിരിക്കാം. ഇപ്പം ചന്ദ്രനിൽ വരെ ആളുകൾ പോകുന്നു. മുസ്ലിങ്ങൾ അത് കുറ കണ്ട്. ഇപ്പോൾ മെനഞ്ഞാന്ന് കുറ കണ്ട്, ഇന്നലെ പെരുന്നാളായി. അപ്പം അന്ന് പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് ചന്ദ്രനിൽ പോകുക. ബുദ്ധി മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ദൈവത്തിനേക്കാൾ. ദൈവത്തിന് ബുദ്ധിയുണ്ട്. ദൈവമേ വിചാരിക്കുന്നത് പോലെ ഉള്ളു നടക്കുക അത്ര. അയാൾ അവിടെ ചന്ദ്രനിൽ പോയി. ഇപ്പോൾ നമ്മൾ പറയാം ദൈവം. ഇവിടുത്തെ മന്ത്രിമാരും MLA മാരും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ അവരുടെ കാര്യസാധ്യത്തിനാണ് പറയുന്നത്. എന്തോ ബഹദൂറാൻ പാടുന്ന നീ മത്തി വിറ്റു നടന്നതും നമ്മൾ കണ്ടെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. മറ്റേ ചെന്താമര തേൻ കുടിക്കുന്ന വണ്ടേ നീ ചാണക പുരട്ടി നടന്നത് നമ്മൾ കണ്ട്. ഇപ്പം ആ പാട്ട് വന്നാൽ ഇപ്പോഴുള്ള പിള്ളേർ കുത്തത്തില്ലേ? അന്നെന്ന് പറഞ്ഞ കൊച്ചിയിൽ മെഹദൂറാന്നും പറഞ്ഞൊരു ആളുണ്ട്. അയാൾ പഴയ പാട്ടുകാർ, സിനിമാ പാട്ട്. നല്ല നല്ല പാട്ടുകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മറന്നുപോയി. പാട്ട് നല്ല പാട്ടായി പാട്ടൊക്കെ എന്ന് പറഞ്ഞു.